ഹലോ, ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ശരിക്കും നല്ല മടിയുള്ളൊരു സൺഡേ. പക്ഷെ മടിയെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല, കാരണം സൺഡേ ആണെങ്കിലും കാണും ഇഷ്ടംപോലെ പണികൾ. അപ്പം ഇന്ന് ഓർത്തു ഈ പണികളൊക്കെ ഒരു വ്ളോഗിലൂടെ നമുക്കിന്ന് ചെയ്ത് തീർക്കാം എന്ന്. അങ്ങനെ തുടങ്ങിയൊരു വ്ളോഗാണേ. അപ്പോൾ തട്ടലും തൂക്കലും പെറുക്കലൊക്കെ ആയിട്ട് സാധാരണ പുറേൻ്റെ പണികളൊക്കെ തുടങ്ങി. ഈ പറഞ്ഞ പോലെ അപ്പോൾ ഒടുക്കും അടുക്കളപ്പണിയൊന്നും ചെയ്യാതെയാണ് ഈ തട്ടലും തൂക്കലും പുറകെ നടക്കണമെന്ന്. പക്ഷെ തെറ്റി. രാവിലെ തന്നെ അടുക്കളയിലെ ഭക്ഷണമൊക്കെ ഞാൻ ആക്കിയിരുന്നു. ഇന്നിപ്പോൾ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കർക്കിടക കഞ്ഞിയിലാണ് തുടങ്ങിയത്. അങ്ങനെ കർക്കിടക കഞ്ഞിയൊക്കെ ആക്കി. കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നോണൊന്നും ഇല്ലെന്ന്, പക്ഷെ തെറ്റിപ്പോയി. ചെമ്മീൻ ഉലത്തിയതും കക്ക വറുത്തതൊക്കെ ആയിട്ട് അങ്ങനെ കറികളൊക്കെ റെഡിയാക്കിയിട്ടാണ് നിന്ന്. അതുകൂടാതെ ദേ ഇരിക്കുന്ന ഇഷ്ടംപോലെ പണികൾ വേറെയും. അപ്പോൾ സൺഡേ എന്ന് പേര് മാത്രമേ ഉള്ളൂ, മുട്ടൻ പണിയാണ്. ഇതുവരെ വെള്ളം കാണാത്ത എൻ്റെ വണ്ടി ഇന്ന് മക്കൾ കഴുകി വൃത്തിയാക്കുകയാണ്. വെറുതെ ഒന്നും അല്ലാട്ടോ അവർ വൃത്തിയാക്കുന്നത്. പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ ഈ വണ്ടി കിച്ചുവിനാണ് എന്ന് ഞാനൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവരിത്രയും ആത്മാർത്ഥയോടെ കഴുകുന്നത്. ഇതിനിടയ്ക്ക് ഇതെല്ലാം നോക്കിയിരിക്കണം അച്ഛനും അച്ഛമ്മയും. ഞങ്ങളുടെ റിയോ, ഇവളാണ് ഞങ്ങളുടെ റിയോ. അതായത് ലാബാണെന്നും പറഞ്ഞൊരു കസിൻ കൊണ്ട് തന്നതാണ്. പക്ഷേ ലാബല്ല മോനെ, തനി നാടൻ ഞങ്ങളുടെ റിയോ. പക്ഷേ നാടൻ പട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സ്നേഹം ഒരു രക്ഷയുമില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിലൊരു അംഗമാണ്. ഞങ്ങൾക്ക് ജനിക്കാതെ പോയൊരു മോള്, ഞങ്ങളുടെ റിയോ മോള്. പക്ഷെ സ്നേഹം ഒരു രക്ഷയുമില്ല. അപ്പോൾ ഓർത്തു, അതിനിടയിൽ എൻ്റെ വണ്ടീനെ കുളിച്ച് കുട്ടപ്പനാക്കി വെയിലത്ത് ഉണക്കാനും വെച്ച്. അങ്ങനെ അവളെയും ഒന്ന് പുറത്ത് നിർത്തി ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച്. എന്നും ബാത്റൂമിൽ കുളിക്കുന്നവളല്ലേ, ഇന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുളിക്കട്ടെ എന്ന് നല്ലോണം തേച്ചൊരച്ച് തന്നെയാണ് കുളിപ്പിക്കുന്നത്. പാവം, കുളിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ്. എന്നാലും നിവർത്തിയില്ലല്ലോ, എൻ്റെ മുന്നിൽ വന്ന് പെട്ടുപോയി. അവസാനം അവൾ നിന്ന് തരുന്നുണ്ട്. നല്ലോണം തേച്ച് കുളിപ്പിക്കുകയാണ് ഞാൻ. വീട്ടിലെ പട്ടിപ്പണിയും എനിക്ക് തന്നെ. അത് കഴിഞ്ഞത് തുടയ്ക്കാൻ, അതാണ് ഏറ്റവും അവൾക്ക് ഇഷ്ടമുള്ള പണി. തുടയ്ക്കാൻ തുണിയെടുത്ത് കഴിയുമ്പോഴത്തേനും അവൾ ഹാപ്പിയാവും. കാരണം കുളിക്കാന്നുള്ള ടാസ്ക് അതോടുകൂടെ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെ അവളെയും വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് കിട്ടിയ ഇത്തിരി വെയിൽ ഞങ്ങൾ മിസ് ചെയ്ത് കളഞ്ഞില്ല. തുണി ഉൾപ്പെടെ സകല സാധനങ്ങളും അലക്കി. പറഞ്ഞു തീർന്നില്ല. എല്ലാം കഴിയുമ്പോഴത്തേനും നല്ല മഴ. ഭാഗ്യത്തിന് ഞങ്ങളുടെ പട്ടീനെ കുളിപ്പിക്കലും തുണി ഉണക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നേ. നല്ല മഴയും കണ്ട് നിൽക്കുമ്പോഴാണ് റിയോനെ മര്യാദയ്ക്ക് കുളിപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഒരുത്തൻ്റെ ബഹളം. കരച്ചിലും തൊഴിച്ചിലൊക്കെ ആയിട്ട്. ഒരു വിധത്തിൽ ഇനി ഇവനെ കുളിപ്പിച്ച് റെഡിയാക്കാനുള്ള ബഹളത്തിലാണ്. അങ്ങനെ ഒരു വിധത്തിൽ ആ പരിപാടിയും കഴിഞ്ഞു. ഒടുവിൽ ഞാനും കുളിച്ച് സുന്ദരിയായി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ കുളികളൊക്കെ കഴിഞ്ഞു. അതിനിടയ്ക്ക് ഇവന്മാരാണെങ്കിൽ തകൃതിയായ സിനിമ ആണല്ല, കാഞ്ചന 2. അച്ഛനും കൊച്ചുമക്കൾക്കും സ്ഥിരം ഉള്ള പരിപാടിയാണ് ഈ കാഞ്ചന 2 ഹൊറർ മൂവി. ഇതിൽ കാണുന്ന ഓരോ കോമഡിക്കും വീണ് ചിരിക്കും അച്ഛനും കൊച്ചുമക്കളും. അതിനൊപ്പം സിനിമ കാണാൻ ഞങ്ങളുടെ റിയോയും. അങ്ങനെ ഒരു സൺഡേയുടെ ഉച്ച കൂടെ ആയിരിക്കണം. ഇടയിൽ മണിക്കൂട്ടിന് വരുന്നുണ്ട്. പക്ഷെ അവന് വീഡിയോയുടെ മുന്നിൽ വരുന്ന ഒട്ടും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഷർട്ടില്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ എടുത്തില്ല. ഉടനെ തന്നെ ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. മണിക്കൂട്ടിന് എവിടെ പോകണമെന്ന് പറഞ്ഞാലും പുറകിലോട്ട് വലിഞ്ഞ് ചാടിക്കറന്ന് എനിക്കും വളരെ ഇഷ്ടമാണ്. കാരണം കുറച്ച് ദൂരം ഒരുമിച്ച് അങ്ങനെ യാത്ര ചെയ്യാനും. അങ്ങനെ ഓർത്തു. അങ്ങനെ വണ്ടിയിലോട്ട് പോകുന്നു. ഈ പോകുന്ന യാത്ര എവിടേക്കാണെന്നറിയോ? ഒരു ചിക്കൻ മേടിക്കാൻ. കാരണം മഴ ഇത്തിരി കുറവുള്ള സമയത്ത് ചിക്കൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് പിന്നെ പുറത്തിറങ്ങണ്ടല്ലോ. അങ്ങനത്തെ ഒറ്റ ആശ്വാസത്തിൽ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്കാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെ ബ്ലാക്കി, ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പട്ടി. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ബഗുവിനെ റെയിൻകോട്ടിൽ കണ്ടതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല, ഭയങ്കര കുരയായിരുന്നു. അവൾക്കും ചുമ പിടിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ കൂടുതൽ സമയം നിന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് സ്കൂട്ടായി. കാരണം മകുവിനെ കാണുമ്പോൾ അവൾക്ക് കലിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഞങ്ങൾ വന്നത് ഒരു ചിക്കൻ സെൻ്ററിൽ. കാര്യം ചിക്കൻ വാങ്ങാനാണല്ലോ നമ്മൾ പുറത്തിറങ്ങിയത്. അച്ഛനും മോനും ചിക്കനും ഓർഡർ കൊടുത്ത് കാത്തു നിൽക്കുവാണ്. അങ്ങനെ ചിക്കനും പാഴ്സലാക്കി നേരെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തന്നെ വിശന്ന് ഒരു രക്ഷയുമില്ല. ചോറും ചെമ്മീനുലത്തേതും കക്ക ഫ്രൈ ഒക്കെ ആയിട്ട്. അതിനിടയിൽ എൻ്റെ കുറച്ച് ഡാൻസും പാട്ടും. ഒരു ഞായറാഴ്ചയല്ലേ, ഒരു വൈബാക്കൽ. അതിനാല് ചെറിയ റീൽ ഷോട്ടുകൾ നടന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല കൊതുക്, രക്ഷയില്ല. തീയൊക്കെ ഇട്ട് കഴിഞ്ഞ് ബഹുവിനെ പഠിപ്പിക്കാനുള്ള ടാസ്ക്കാണ്. നാളെ പരീക്ഷയാണ്. അവനൊരു വഴിക്കിരുന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ്. അതിനിടയ്ക്ക് ഒരുത്താനാണെങ്കിൽ ബുക്കും കൊണ്ടൊന്ന് വായിക്കുന്നുണ്ട്. എന്താണ് വായിക്കുന്നത് അവന് മാത്രമേ അറിയുള്ളൂ. 3-4 ദിവസം ലീവ് കഴിഞ്ഞുകൊണ്ടായിരിക്കാം. ഉച്ചയ്ക്ക് രാത്രിത്തെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് നേരം ബുക്ക് വായന അത് സ്ഥിരമുള്ളതാണ്. കാരണം ബുക്ക് കുറച്ച് വായിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും. അങ്ങനെ ഞങ്ങളുടെ ബുക്ക് വായനയും കഴിഞ്ഞ് ഞങ്ങൾ ഉറക്കത്തിലോട്ട് മയങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.